സീസൺ 5 നമ്മുടെ അഖിൽ മാരാർ സീസൺ 5 വരുമ്പോൾ അഖിൽ കട്ട നെഗറ്റീവായിരുന്നു. എനിക്ക് തോന്നുന്നു അധികം നാൾ നിൽക്കാൻ പറ്റില്ല എന്ന സ്റ്റേജിലായിരുന്നു അഖിൽ ബിഗ് ബോസ് സീസൺ 5 വരുന്നത്. പക്ഷേ ആ ഒരു അഖിലിനെ വന്ന് ഒരാഴ്ചക്കുള്ളിൽ അവിടുത്തെ രാജാവാക്കി മാറ്റിയത് കൂടെ ഉള്ളവർ തന്നെയാണ്, കൂടെ മത്സരിക്കുന്നവർ തന്നെയാണ്. കാര്യം എല്ലാവരും കൂടെ അഖിൽ മാരാർ ടാർഗറ്റ് ചെയ്തു. കാര്യം പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് അഖിലിനെ ആര് ടാർഗറ്റ് ചെയ്യുന്നു അവരെല്ലാം പോസിറ്റീവ് ആകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കൂട്ടത്തോട് ടാർഗറ്റ് ചെയ്തപ്പോൾ അവിടെ പോസിറ്റീവ് ആയത് അഖിലാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ അനീഷും ചെയ്യുന്നത്. അനീഷ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സീസൺ 4 റോബിൻ, സീസൺ 5 അഖിൽ, സീസൺ 2 നമ്മുടെ റെഡ് സാറ്, സാബുമോൻ, അങ്ങനെയൊക്കെ ഇവരെയൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ എല്ലാ മാനറിസം ഒക്കെ അങ്ങനെ എടുത്തു. അവരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം തന്നെ നോക്കിയാൽ മതി, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സീസൺ 4 റോബിൻ്റെ ഒരു നടത്തമുണ്ട്. അതൊക്കെ തന്നെ അഖിലിൻ്റെ ഒരു ആ ഇരിപ്പും നോട്ടമൊക്കെ ഉണ്ട്. എന്നിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ ക്യാൻവാസ് ചെയ്തിട്ട് ഇവരുടെയൊക്കെ എങ്ങനെയായിരുന്നു ഇവരുടെ ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ രീതിയിൽ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അനീഷ് ഗെയിം കളിക്കുന്നത്. അനീഷിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇതുവരെ കളിച്ച് പോയിട്ടുള്ള രാജാക്കന്മാരുടെ ഗെയിം എങ്ങനെയായിരുന്നു അത് നോക്കിയിട്ടാണ് വന്നേക്കുന്നത്. അവരുടെ എല്ലാവരുടെയും മാനറിസം പല ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്ന് തന്നെ പറയുന്നു, ഇന്നലെ അങ്ങനെ തന്നെ ആയിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ 2 വട്ടം പറയും. പിന്നെ രാവിലെ ഗുഡ് മോർണിംഗ് പറയണ്ട, സുപ്രഭാതം പറയണം, ഇങ്ങനെ 2 വട്ടം പറഞ്ഞിട്ട് ഈ മനുഷ്യനങ്ങ് മിണ്ടാതിരിക്കും. അപ്പോഴത്തേക്കും അവരെല്ലാം വന്നിട്ട് പറ്റത്തില്ല ഞങ്ങൾ ഗുഡ് മോർണിംഗേ പറയത്തുള്ളൂ, എന്തുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നു എന്ന് പറഞ്ഞ് പുറകെ പോകേണ്ട ആവശ്യമില്ല. അതിപ്പം ഈ അനീഷിൻ്റെ ഗെയിമിലേക്ക് ഇവർ വീഴുകയല്ലേ. അതിന് പകരം ശരി സുപ്രഭാതം എന്ന് പറഞ്ഞാൽ അവിടെ അനീഷിൻ്റെ ഗെയിം അവിടെ ക്ലോസ് ആവുക. സത്യം പറഞ്ഞാൽ അനീഷിന് വലിയ ഗെയിമൊന്നുമില്ല. അനീഷിന് കുറച്ച് കാര്യം ഇട്ട് നോക്കുവാണ്, അതിലേക്ക് ഇവർ വന്ന് വീഴുക ചെയ്ത്. അനീഷിൻ്റെ ഒരു എന്താ പറയുക ഗെയിം എന്ന് പറയുന്നത് ചൊറിഞ്ഞുള്ള ഗെയിമാണ്. അത് ഇന്നലെ വരെയും പ്രേക്ഷകരെല്ലാം എന്തായി അനീഷ് ഇങ്ങനെ ചൊറിഞ്ഞ് ഗെയിം കളിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇന്ന് പറയുന്നുണ്ട് അനീഷാണ് അവിടെ ഗെയിം കൊണ്ടുപോകുന്നതെന്ന്. കാര്യം ആ രീതിയിലേക്ക് അനീഷ് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു ഒരൊറ്റ ദിവസം കൊണ്ട്. അതുമാത്രമല്ല അനീഷ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് അനീഷ് മിണ്ടാതിരിക്കും. അതൊരു വേറൊരു സൈസിൻ്റെ ഒരു ഗെയിമാണ്. നമുക്കിപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ പോകുന്നവർ നമ്മൾ പറഞ്ഞ കാര്യം കേൾക്കാതെ ഒരു അവഗണന ചെയ്യുമ്പോൾ നമുക്ക് എന്തുമാത്രം ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. അതേ ഗെയിം രീതി തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമ്മളെന്ത് വേണം പറഞ്ഞിട്ട് നമ്മളങ്ങ് പോരണം. അത് ഇയാളുടെ ഗെയിമാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ആ സമയത്ത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അഭിശ്രീ, അപ്പാണി, ശരത്ത്, ഇവരെല്ലാം സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ആൾക്കാരാട്ടോ. ഈ ദേഷ്യം കൊണ്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഒരു പരിധി വരെ നമ്മുടെ ദേഷ്യം നമുക്ക് വലിയ വിനയായിട്ട് മാറും. ദേഷ്യം വരേണ്ട ഭാഗത്ത് നമ്മൾ ദേഷ്യപ്പെടാം. എല്ലാത്തിനും എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ എല്ലാം അതിന് കയറി മറുപടി പറയുന്ന അല്ല ഗെയിം. അതപ്പോൾ അവരുടെ ഗെയിമാണ്. നിങ്ങളുടെ ഗെയിം ഉണ്ടാക്കുക. ഇവിടെ ഇപ്പോൾ ഈ ഓണിയൻ സാബു എന്ന് പറഞ്ഞ വ്യക്തിയെ കാണാനേ ഇല്ല. അയാൾ അവിടെ നിന്ന് ഇവരുടെ എല്ലാം ഗെയിമെല്ലാം വാച്ച് ചെയ്യുക. എന്നിട്ട് അനീഷ് ഗെയിം കളിക്കുന്നു, ബാക്കിയോട് കയറി പിടിക്കുന്നു. അപ്പോൾ ഇവർ നെഗറ്റീവ് ആകും. ഈ നെഗറ്റീവ് ആകുന്നവർ പെട്ടെന്ന് പുറത്ത് പോകും. കാര്യം സേഫ് ഗെയിമേഴ്സ് എല്ലാം അവിടെ നിൽക്കി നമ്മൾ കാണുന്നത്. ഇവിടെ സേഫ് ഗെയിമേഴ്സിൻ്റെ അവർ വോട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുപോകുന്ന നമുക്കൊരു ഉറപ്പുമില്ല. എല്ലാവരും പറയും സേഫ് ഗെയിമേഴ്സിനെ പെട്ടെന്ന് ഔട്ടാക്കണമെന്ന്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഓണിയൻ സാബു വലുതായിട്ടൊന്നും പ്രതികരിക്കുന്നത് ഞാൻ കാണുന്നില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട 2-3 പേരുടെ പേരെന്ന് പറയുന്നത് നമ്മുടെ അനുമോള്, അതുപോലെ തന്നെ ആര്യൻ, റെന ഫാത്തിമ, അതുപോലെ തന്നെ നമ്മുടെ മുൻഷി രഞ്ജിത്ത്, ഇവരൊക്കെ ഒരുവിധം ഈ പറഞ്ഞ അനീഷിൻ്റെ ഗെയിം മനസ്സിലായി. അവരാരും പോയി ഗെയിമിൽ വീഴുന്നില്ല. മറ്റുള്ളവർ പറയുന്നുമുണ്ട് നിങ്ങൾ എന്തിനാണ് അയാളുടെ ഗെയിമിൽ പോയി വീഴുന്നത്, നിങ്ങളുടെ ഗെയിം കളിക്കൂ, ഇതിപ്പോൾ അവരെ ഗെയിമിലാക്കാണ് നിങ്ങൾ പോയി വീഴുന്നത് എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി അനീഷിൻ്റെ ഗെയിം എന്താണെന്നും ഇതേപോലെ കളിക്കുവാണെങ്കിൽ അനീഷ് പോസിറ്റീവ് ആകുമെന്ന്. കാര്യം മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ട് ഇതിപ്പോൾ അവൻ ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങളിങ്ങനെ അവൻ്റെ പുറകെ നടന്നാൽ അവനായിരിക്കും ഇനി കണ്ടൻറ്റ് കൊടുക്കുന്നത്. അവനില്ലാതായ പ്രത്യേകിച്ച് കണ്ടൻറ്റ് ഒന്നും ഇല്ലാതാകും. നിങ്ങൾ അങ്ങനെ കളിക്കാതെ എന്ന് പറയുന്നുണ്ട്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഈ അനീഷിൻ്റെ പുറകെയുള്ള ഗെയിം നിർത്തി ഇവർ സ്വന്തമായിട്ട് കളിക്കുകയാണെങ്കിൽ എല്ലാവർക്കും സ്വന്തമായിട്ട് അവിടെ ഒരു നിലനിൽപ്പുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഒരു ഗെയിം ഉണ്ടാകും. ഇതിപ്പോൾ ഒരാളുടെ പുറകെ നടക്കുന്നൊരു ഗെയിം കളിക്കുന്നു എന്ന് വരാം, അനീഷ് പോസിറ്റീവ് ആകും. ഇതിപ്പോൾ ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നോക്കാം ഇനി എന്താണ് അനീഷിൻ്റെ ഗെയിമെന്നും അനീഷിൻ്റെ ഗെയിമിലേക്ക് മറ്റുള്ളവർ പോയി വീഴുമോ എന്നും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.